ദൂതുപത്രിയിൽ നമ്മളുടെ ഇറങ്ങി വന്നാൽ കാണുന്ന കാഴ്ചയാണിത്. അല്ല, ഇവിടെ കണ്ട് നിറച്ച് ടൂറിസ്റ്റുകളായിട്ടും കൂടുതൽ കുതിരകളും കുതിരക്കാരുമാണ്. പിന്നെ പറഞ്ഞാൽ പിന്നെ കുതിരക്കാരും നമ്മളെ കണ്ട് വളയാണ് ചെയ്യുക ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതൊന്ന് നോക്കി നിങ്ങൾ, 100 കണക്കിന് കുതിരകളും കുതിരക്കാരും. അതുകൂടാതെ ഇവിടെ 4 വീൽ സ്കൂട്ടറുകളും കിട്ടൂട്ടാ. പിന്നെ ഇവരായിട്ട് ബാർഗൈൻ ചെയ്ത് ഞങ്ങൾ ഏകദേശം ഒരു 2000-2200 പറഞ്ഞതാണ്. ഞങ്ങൾക്ക് 1600 ഒരു കുതിരയ്ക്ക് 1600 വെച്ചിട്ട് 3 കുതിരകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കുതിരക്കാരായിട്ടുള്ള കോൺട്രാക്ടർ പ്രകാരം ഞങ്ങൾ 6 സ്ഥലം കൊണ്ടുപോയി കാണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കണ്ട, അടിപൊളി സ്ഥലത്ത് കൂടിയാണ് കൊണ്ടുപോകുന്നത്. 3 കുതിരയും ഒരു കുതിരക്കാരനുമാണ് ഞങ്ങളെ കൂടെ ഉള്ളത്. അടിപൊളി പുൽമേടും അതേമാതിരി ചുറ്റും പൈൻമരങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇവിടെ അങ്ങനെ പോയിട്ടിരിക്കുകയാണ്. അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം തന്നെ, ഒരു രക്ഷയില്ല. ഇതൊക്കെ എന്താ സ്ഥലം മോനെ, പണ്ടത്തെ ഹിന്ദി സിനിമകളിലൊക്കെയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്. എന്താ ഇതിപ്പോൾ അതിനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു അരുവി ഉണ്ട് കേട്ടോ, പുഴയല്ല അരുവി. കുതിര തട്ടിലോ എന്നുള്ളൊരു പേടി ഉണ്ട് കേട്ടോ. എന്നാലും വലിയ പ്രശ്നമില്ല, ചെറിയ അരുവിയാണ്. അത് കുതിര മെല്ലെ കൊണ്ട് കടന്ന്. ഇവിടെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇവർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ, ഇന്ന സ്ഥലങ്ങളാണെന്ന്. പെട്ടെന്ന് കാര്യമായിട്ട് മനസ്സിലാവില്ല, അവരുടെ ഹിന്ദിയും കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മളും അത്ര വലിയ കാര്യമായിട്ട് ഹിന്ദി അറിയുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നെങ്കിലും ഇങ്ങനെ പോണ്. ഈ കുതിരപ്പുറത്തുള്ള യാത്രയാണ് നമുക്ക് വല്ലാണ്ടൊരു ബുദ്ധിമുട്ട്. കണ്ട, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടല് ഉണ്ടലാവും. ഒരു രക്ഷയില്ലാത്ത യാത്ര. അത് മല അടിവാരത്തിൽ കൂടെയൊക്കെ പോണ്. നിങ്ങളൊന്ന് നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ വലിയ പണം പേടിച്ചിട്ടാണ് പോകുന്നത്. ഇത് എപ്പോഴാണ് കെട്ടി മറിഞ്ഞ് വീഴാന്ന് അറിയില്ല. പിന്നെ മലയുടെ ചരുവിൽ കൂടിയും അടിവാരത്തിൽ കൂടെയൊക്കെയാണ് ഈ കുതിരയുടെ മേലെ പോണത്. അതാണ് പ്രശ്നം. ആ സുഹൃത്ത് ദിനേശനാണ് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഒറ്റ കൈ വിട്ടിട്ടൊന്നും കുതിരപ്പുറത്ത് പോകാൻ പറ്റില്ല, ശരിക്കും കെട്ടിമറിഞ്ഞ് വീഴും. അത് പേടിച്ചിട്ട്. അപ്പോൾ അവൻ കുറേ കൂടി എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് വീഡിയോ ഞാൻ ക്യാമറ അവൻ്റെയൊക്കെ കൊടുത്തേക്കാണ്. ഇപ്പം ഞങ്ങൾ വേറൊരു അടിപൊളി ലൊക്കേഷനിൽ എത്തിയേക്കാണ് കേട്ടോ. ഇവിടെ ഒരു സംഭവം തന്നെയാണ്. കൂടാതെ ഈ കുതിരപ്പുറത്ത് വരുമ്പോഴേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ കുതിരക്കാരൻ ഓരോ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇതിനെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ 3 കുതിര ഉള്ളതിൻ്റെ പേരിൽ ഇയാൾ ഓരോ സൗണ്ട് ഉണ്ടാക്കും. പക്ഷേ കുതിരയുടെ വഴിക്ക് നടക്കും. അതാണ് പ്രശ്നം. പിന്നെ അയാൾ ഓടിച്ചിട്ടൊക്കെയാണ് ഇതിനെ ഓരോ ലൈനിലേക്ക് ആക്കുമ്പോൾ. അപ്പോൾ നമുക്കിതൊരു ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ്. സംഗതി ഒരു സുഖമില്ലാത്തൊരു ഏർപ്പാടാണ്. പിന്നെ നമുക്ക് കുതിരപ്പുറത്തുള്ള യാത്രയൊന്നും അത്ര പരിചയമില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ കുതിരപ്പുറത്തൊക്കെ കയറുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ടെൻഷൻ പിടിച്ച യാത്രയാണ്. ഈ ഒരു ഏരിയയിൽ ഒരുപാട് കുതിരകളെയും പശുക്കളെയൊക്കെ മേയ്ക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടമാനം കുതിരകളുണ്ട്. നമ്മളെ മലയാളം സിനിമകളൊന്നും കാശ്മീരിനെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നിട്ടാ. അത്ര അടിപൊളി സ്ഥലങ്ങളാണ്. പക്ഷെ മലയാളം സിനിമയിലൊന്നും ഇങ്ങനത്തെ ഒരു ഏരിയ പോലും ഞാൻ കണ്ടിട്ടില്ല. അത്രയും സൂപ്പറായിട്ടുള്ള സ്ഥലങ്ങൾ ഈ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. കാശ്മീരിൻ്റെ ഉൾപ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്ന കുറേ വീടുകളാണ് ഇതൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ കുതിരകളൊക്കെ താമസിക്കുന്ന വീടുകളും ടെൻറ്റുകളൊക്കെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സമ്മർ സമയത്താണ് ഇത്രയും ടൂറിസ്റ്റുകൾ ഈ ഏരിയയിലേക്ക് വരിക. വിൻ്ററൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആകെ മഞ്ഞ് നിറഞ്ഞെടുക്കുന്ന സ്ഥലം. അപ്പോൾ തന്നെ ഈ ഇവിടെയുള്ള കുതിരക്കാരൊക്കെ ശ്രീനഗറിലേക്കും മറ്റ് കുറേ കൂടിയും തണവ് കുറഞ്ഞ ഏരിയയിലേക്ക് ഇവർ പോവും. ഈ സമ്മർ സീസണിൽ മാത്രമേ ഈ ഒരു ഏരിയയിലൊക്കെ ടൂറിസ്റ്റുകൾ വരുള്ളൂ. അല്ലാച്ചാൽ വന്നാൽ തന്നെ അവർക്ക് ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കാശ്മീരിൻ്റെ അല്ലാച്ച ദൂതുപത്രിയുടെ ഒക്കെ ഉൾനാട്ടിലെ കാഴ്ചകൾ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.